പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ചാപ്റ്ററായ സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. ഈ ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒത്തിരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ബോർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 9th ചാപ്റ്ററിൽ നമ്മൾ 9th ക്ലാസ്സിൽ സർക്കിൾസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സർക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? സർക്കിൾ ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ വിച്ച് ആർ അറ്റ് എ കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സ്ഡ് പോയിൻറ്റ്. അപ്പോൾ സർക്കിൾ എന്ന് വെച്ചാൽ ഒരു പ്ലെയിനിലുള്ള എല്ലാ പോയിൻറ്റുകളുടെയും കൂടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്കിൾ എന്ന് പറയുന്നത്. ആ പോയിൻറ്റ്സ് എങ്ങനെയുള്ളതായിരിക്കും? വിച്ച് ആർ അറ്റ് എ കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സ്ഡ് പോയിൻറ്റ്. ഒരു ഫിക്സ്ഡ് പോയിൻറ്റിൽ നിന്ന് ഒരു കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസിലായിരിക്കും ഈ പോയിൻറ്റുകളുള്ളത്. അപ്പോൾ ഫിക്സ്ഡ് പോയിൻ്റ് എന്ന് പറയുന്നത് സെൻറ്റർ ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് എല്ലാം എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർക്കിളിനെ സംബന്ധിച്ച് കോഡ്, സെഗ്മെൻറ്റ്, സെക്ടർ ഇതെല്ലാം എന്താണെന്ന് നമ്മൾ 9th പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സർക്കിളും ലൈനും തന്നു കഴിഞ്ഞാൽ അവിടെ 3 പോസിബിലിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ദാ ഇവിടെ 3 ഫിഗേഴ്സ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു സർക്കിളും ലൈൻ പി ക്യു എന്ന് പറയുന്നത് സർക്കിളിന് വെളിയിലാണ്. ഇവിടെ പി ക്യു സർക്കിളിന് 2 പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ മൂന്നാമത്തെ പിക്ചറിൽ ഒരു പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ പിക്ചറിൽ ഇവിടെ സർക്കിളിൽ എന്തില്ല? സർക്കിളിനും ലൈനിനും കൂടെ കോമൺ പോയിൻ്റ് ഇവിടെ ഇല്ല. ഈ കേസിൽ പി ക്യു ഈസ് കോൾഡ് എ നോൺ ഇൻ്റർസെക്റ്റിംഗ് ലൈൻ വിത്ത് റെസ്പെക്ട് ടു ദി സർക്കിൾ എന്ന് നമുക്ക് പറയാം. ഇത് നോൺ ഇൻ്റർസെക്റ്റിംഗ് ലൈനാണ്. പി ക്യുവിനെ നമുക്ക് നോൺ ഇൻ്റർസെക്റ്റിംഗ് ലൈനാണ് എന്ന് പറയാം ഈ സർക്കിളുമായിട്ട്. ഇനി അടുത്തതിനകത്ത് 2 പോയിൻറ്റുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. 2 കോമൺ പോയിൻറ്റ്സ് ഇവിടെയുണ്ട്. ഏതൊക്കെയാണ്? പോയിൻറ്റ് എയും പോയിൻറ്റ് ബിയും. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? പി ക്യു എ സീക്വൻറ്റ് ഓഫ് ദി സർക്കിൾ എന്ന് നമുക്ക് പറയാം. പി ക്യുവിനെ നമുക്ക് സീക്വൻറ്റ് ഓഫ് ദി സർക്കിൾ എന്ന് പറയാം. മനസ്സിലായല്ലോ? 2 പോയിൻറ്റുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്താണ്? സീക്വൻറ്റ് ആണ് എന്ന് പറയാം. ഇനി അടുത്തത് ഒരു പോയിൻറ്റിലാണ് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദിസ് ലൈൻ ഈസ് കോൾഡ് എ ടാൻജൻറ്റ് ടു എ സർക്കിൾ. അപ്പോൾ സർക്കിളുമായിട്ട് ഈ ലൈനിന് ഒരു കോമൺ പോയിൻ്റ് ആണുള്ളതെങ്കിൽ ഇതെന്താണ്? ടാൻജൻ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ടാൻജൻ്റ് എന്ന് വെച്ചാൽ എന്താ? ടാൻജൻറ്റ് ടു എ സർക്കിൾ ഈസ് എ ലൈൻ ദാറ്റ് ഇൻ്റർസെക്റ്റ് ദ സർക്കിൾ അറ്റ് ഓൺലി 1 പോയിൻറ്റ്. സർക്കിളുമായിട്ട് ഒരു പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ടാൻജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോൺ ഇൻ്റർസെക്റ്റിംഗ് ആണ്, ഇത് സീക്വൻറ്റ് ആണ്, ഇത് ടാൻജൻ്റ് ആണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ടാൻജൻറ്റ് ടു എ സർക്കിൾ. അപ്പോൾ ടാൻജൻറ്റ് എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതാ ഇവിടെ ഒരു ഫിഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ലൈൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, ലൈൻ എ ബി എടുത്തു കഴിഞ്ഞാൽ സർക്കിളുമായിട്ട് എത്ര പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്? Q1ലും Pയിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. 2 പോയിൻറ്റുകളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എ ബി എന്താണ് എന്ന് പറയാം? എ ബി സീക്വൻ്റ് ആണ് എന്ന് പറയാം. ഇനി അടുത്ത ലൈൻ എടുത്തു കഴിഞ്ഞാലോ, ദാ Q2ലും Q3യിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. 2 പോയിൻറ്റുകളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് നോക്കിയേ, ദാ ഈ ലൈൻ എ ഡാഷ് എടുത്തു കഴിഞ്ഞാലോ, അതെവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്? ഒറ്റ പോയിൻറ്റിലേ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ എന്തു പറയാം? ഈ എ ഡാഷ് പി എന്ന് പറയുന്ന ലൈൻ എന്താണ്? ഇതിൻ്റെ ടാൻജൻ്റ് ആണ് എന്ന് പറയാം. ഇനി എ ഡബിൾ ഡാഷ് എടുത്താലോ, എവിടെയൊക്കെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്? എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ് ഇതെടുത്താൽ R3യിലും Pയിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബാക്കിയുള്ള ഓരോ ലൈൻസും 2 പോയിൻറ്റുകളിൽ വീതം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരേ ഒരു പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഏത് മാത്രമേ ഉള്ളൂ? എ ഡാഷ് പി ഇല്ലേ. ദാ ഈ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ
അല്ലെങ്കിൽ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഈ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ സർക്കിളിന് എത്ര ടാൻജൻ്റ് ഉണ്ട്? ഒരു ടാൻജൻ്റേ ഉള്ളൂ അല്ലേ? ദർ ഈസ് ഓൺലി വൺ ടാൻജൻ്റ് അറ്റ് എ പോയിന്റ് ഓഫ് ദി സർക്കിൾ. ഒരു പോയിന്റിൽ ഒരു ടാൻജൻ്റ് മാത്രമേ സർക്കിളിന് ഉണ്ടായിരിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ? ഈ സർക്കിളിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരേ ഒരു ടാൻജൻ്റ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ നോക്കിയാൽ ദ ടാൻജൻറ്റ് ടു എ സർക്കിൾ ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് സീക്കൻറ്റ് എന്ന് നമുക്ക് പറയാം. സീക്കൻറ്റ് എന്താണ്? രണ്ട് പോയിന്റുകളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീക്കൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടാൻജൻറ്റിനെ നമുക്ക് സ്പെഷ്യൽ കേസ് ഓഫ് സീക്കൻറ്റ് എന്ന് പറയാം. എന്തുകൊണ്ടാണ്? വെൻ ദ ടു എൻ പോയിൻറ്റ്സ് ഓഫ് ഇറ്റ്സ് കറസ്പോണ്ടിങ് കോഡ്സ് കോയിൻസൈഡ്. അതായത് ഇവിടെ ഇപ്പം സീക്കൻ്റ് ആണെങ്കിൽ രണ്ട് കോമൺ പോയിന്റുകളുണ്ടല്ലേ, ഈ രണ്ട് എൻഡ് പോയിൻറ്റ്സും കൂടെ കോയിൻസൈഡ് ചെയ്യുന്നു, ഒരിടത്ത് തന്നെ കോയിൻസൈഡ് ചെയ്യുന്നു. അങ്ങനെ ഉള്ള ഒരു സ്പെഷ്യൽ സീക്കൻ്റാണ് എന്ത്? ടാൻജൻ്റ് എന്ന് പറയുന്നത്. കണ്ടോ, രണ്ട് എൻ പോയിൻറ്റ്സും കൂടെ, അതായത് സീക്കൻറ്റിൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സും കൂടെ ഒരിടത്ത് കോയിൻസൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാൻജൻ്റ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ സീക്കൻ്റ് എന്താണ്, ടാൻജൻ്റ് എന്താണ്, ഒരു സർക്കിളിൽ ഒരു പോയിന്റിൽ ഒരു ടാൻജൻ്റേ കാണത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്ത നമുക്ക് എന്താണെന്ന് നോക്കാം. ഇനി അടുത്തതൊരു തിയറമാണ്. ദ ടാൻജൻറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് തിയറമാണ്. ഈ തിയറം പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് എക്സസൈസുകളിലെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ ടാൻജൻറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദി റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതായത് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടെയുള്ള ടാൻജൻറ്റ് എന്തായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്? പെർപെൻഡിക്കുലർ ടു ദി റേഡിയസ് ത്രൂ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അതായത് ഈ പോയിന്റിൽ കൂടിയുള്ള റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ടാൻജൻറ്റ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടി ഒരു ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ കൂടെ പോകുന്ന റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. മനസ്സിലായല്ലോ? അതായത് ഇവിടെ വരുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ടാൻജൻറ്റിനും ഈ റേഡിയസിൻ്റെയും ഇവിടെ വരുന്ന ആംഗിൾ എന്താണ്? റൈറ്റ് ആംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ സർക്കിളിന് സെൻറ്റർ O എന്ന് എടുത്തു, ടാൻജൻറ്റ് XY എന്ന് എടുത്തു. ഇവിടെ സർക്കിളിലെ പോയിൻ്റ് P ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? OP പെർപെൻഡിക്കുലർ ടു XY എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. OP പെർപെൻഡിക്കുലർ ടു XY എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ XYയിൽ അടുത്ത ഒരു പോയിൻ്റ് എടുക്കുന്നു, പോയിൻ്റ് Q. P അല്ലാതെ വേറൊരു പോയിൻറ്റും കൂടെ നമ്മളെടുത്തു, പോയിൻ്റ് Q. അപ്പം ഈ Q മസ്റ്റായിട്ടും എവിടെയായിരിക്കണം? സർക്കിളിന് വെളിയിലായിരിക്കണം. എന്തുകൊണ്ടാണ്? ഈ Q സർക്കിളിനകത്താണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ടാൻജൻ്റ് അല്ലാതെ ആയിട്ട് മാറും. ടാൻജൻ്റ് എന്ന് വെച്ചാൽ എന്താ? ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും ഇൻ്റർസെക്റ്റ് ചെയ്യുക അല്ലേ? ഇനി ഈ Q ഇപ്പോൾ ഇവിടെ നോക്കിയേ, ദിസ് ഈസ് പോയിന്റ് P. ഈ Q ഞാൻ സർക്കിളിനകത്തെടുക്കുന്നു, Q എന്നെടുത്തു. അപ്പോൾ നമ്മുടെ ലൈൻ എങ്ങനെ വരും? ലൈനിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതാ ലൈൻ ഇങ്ങനെ വരും. അപ്പോൾ ഇത് സർക്കിളിൽ എത്ര പോയിന്റുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്? 2 പോയിന്റുകളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ടാൻജൻ്റ് അല്ലാതെ ആയിട്ട് മാറി. എന്തായിട്ട് മാറി? സീക്കൻ്റ് ആയിട്ട് മാറി. സീക്കൻ്റ് എന്ന് വെച്ചാൽ എന്താ? 2 പോയിന്റുകളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യപ്പെടും അല്ലേ? അപ്പോൾ ഇത് സീക്കൻ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് Q എവിടെ തന്നെ ആയിരിക്കണം? മസ്റ്റായിട്ടും സർക്കിളിന് വെളിയിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ Q സർക്കിളിനകത്താണ് ലൈ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? XY വിൽ ബിക്കം എ സീക്കൻഡ് ആൻഡ് നോട്ട് എ ടാൻജൻറ്റ് ടു ദി സർക്കിൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ Oയും Qയും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ OQ എന്തായാലും OPയെക്കാട്ടിൽ എന്തായിരിക്കും? ലോങ്ങർ ആയിരിക്കും. റേഡിയസ് OPയെക്കാട്ടിൽ ലോങ്ങർ ആണ് OQ അല്ലേ? അപ്പോൾ ഇവിടെ വരെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? OPയും OQയും സെയിം ആണ് എന്ന് പറയായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ ലെങ്ത് ഉണ്ട് ഈ ടാൻജൻറ്റിലെ ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ OQ എന്തായാലും എന്താണ്? OQ ഈസ് ഗ്രേറ്റർ ദാൻ OP.
അപ്പോൾ ഇത് ഈ എക്സ് വൈയിലെ എല്ലാ പോയിന്റുകളിലും ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ പോയിന്റ് എടുത്താലും ഇവിടെ എടുത്താലും ഇവിടെ എടുത്താലും ഇവിടെ എടുത്താലും ഈ എക്സ് വൈയിലെ ഏതൊരു പോയിന്റ് എടുത്താലും എന്തായിരിക്കും? ഒ പിയെക്കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കും. എക്സെപ്റ്റ് ദ പോയിന്റ് പി. പി ഒഴികെ ബാക്കിയുള്ള എല്ലാ പോയിന്റുകളും എന്തായിരിക്കും? പോയിന്റുകൾ എടുത്താലും അത് ഒ പിയെക്കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? ഒ പി ഈസ് ദി ഷോർട്ടസ്റ്റ് ഓഫ് ഓൾ ദി ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഓ ടു ദ പോയിന്റ് ഓഫ് എക്സ് വൈ. സോ ഒ പി ഈസ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ആ ലൈനിലോട്ട് ഇങ്ങനെ പോയിന്റുകൾ വരച്ചിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും ഈ ലൈനുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാ? ദാ ഈ വരച്ചിട്ടുള്ളതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈ ലൈനുമായിട്ട് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? ഒ പി ആണ്. നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടെല്ലാം ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒ പിയെക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വരുന്നത് ഒ പി ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒ പി ഈസ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ എന്ന് നമുക്ക് പറയാം. ഇങ്ങനെയാണ് ഈ തിയറം പ്രൂവ് ചെയ്യുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ ചോദിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഈ തിയറം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ഈ തിയറം ഒന്ന് വായിച്ചിട്ട് ഇതെന്താണെന്ന് പറഞ്ഞങ്ങ് പോകാം. ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. ഒ പി എക്സ് വൈക്ക് പെർപെൻഡിക്കുലർ ആയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. ഇനി അടുത്തത് നമ്പർ ഓഫ് ടാൻജൻസ് ഫ്രം എ പോയിന്റ് ഓൺ എ സർക്കിൾ. അപ്പോൾ സർക്കിളിലെ ഒരു പോയിന്റുമായിട്ടുള്ള നമ്പർ ഓഫ് ടാൻജൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ 3 കേസസ് നമ്മൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, പോയിന്റ് സർക്കിളിൻ്റെ അകത്താണെങ്കിൽ ദാ ഇവിടെയാണ് പോയിന്റ് പി. സർക്കിളിൻ്റെ അകത്താണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ പോയിന്റുകളിൽ കൂടി ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ടാൻജൻ്റ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ പിയിൽ കൂടെ 3 ലൈൻസ് ഇവിടെ വരച്ചിട്ടുണ്ട്. വരച്ചപ്പോഴെല്ലാം അത് സർക്കിളുമായിട്ട് എത്ര പോയിന്റുകളിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്? ഈ ലൈൻ 2 പോയിന്റ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ 2 പോയിന്റ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയും 2 പോയിന്റ്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്? സീക്വൻസ് ആണ്, ടാൻജൻ്റ് അല്ല. അപ്പോൾ ഫസ്റ്റ് കേസ് അതാണ്. ദർ ഈസ് നോ ടാൻജൻറ്റ് ടു എ സർക്കിൾ പാസിംഗ് ത്രൂ എ പോയിന്റ് ലൈങ് ഇൻസൈഡ് ദ സർക്കിൾ. സർക്കിളിനകത്ത് ലൈ ചെയ്യുന്ന പോയിന്റിൽ കൂടി എന്തില്ല? സർക്കിളിന് ടാൻജൻ്റ് ഇല്ല. അതാണ് ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് സർക്കിളിലാണ് നമ്മുടെ പോയിന്റ് ലൈ ചെയ്യുന്നത് അല്ലേ? ഈ ഓൺ ദി സർക്കിളിലാണ് ലൈൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ കൂടെ എത്ര ലൈൻ നമുക്ക് വരയ്ക്കാൻ സാധിക്കും? ടാൻജൻ്റ് ആയിട്ട് ഒരെണ്ണം മാത്രമേ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമാണിതല്ലേ. അപ്പോൾ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എന്താ? ദർ ഈസ് വൺ ആൻഡ് ഓൺലി വൺ ടാൻജൻറ്റ് ടു എ സർക്കിൾ പാസിംഗ് ത്രൂ എ പോയിന്റ് ലൈങ് ഓൺ ദ സർക്കിൾ. അപ്പോൾ നമുക്ക് സർക്കിളിലാണ് പോയിൻ്റെങ്കിൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കാൻ സാധിക്കും. സർക്കിളിനകത്താണ് പോയിൻ്റെങ്കിൽ ടാൻജൻ്റ് ഇല്ല. ഇനി അടുത്തത്, സർക്കിളിന് വെളിയിലാണ് പോയിൻ്റെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സർക്കിളുമായി നിന്ന് 2 ലൈൻ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും ടാൻജൻ്റായിട്ട്. അതായത് സർക്കിളിൽ ആ ലൈൻ ഒരു പോയിന്റിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പിയിലേക്കൊരു പോയിന്റ് വരയ്ക്കാം, ഇവിടെ നിന്നും പിയിലേക്കൊരു പോയിന്റ് വരയ്ക്കാം. ഇനി നമ്മൾ വേറെ എങ്ങനെ വരച്ചാലും എന്ത് ചെയ്യും? ഈ സർക്കിളുമായിട്ട് 2 പോയിന്റുകളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. എന്താ, ഞാൻ ഇവിടെ ഒരെണ്ണം വരച്ചിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇതിങ്ങനെ പോവും. അപ്പോൾ എത്ര അടുത്ത് ഇൻ്റർസെക്റ്റ് ചെയ്യും? 2 അടുത്ത് ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ സർക്കിളിന് വെളിയിലാണ് പോയിന്റ് എങ്കിൽ എത്ര ടാൻജൻസ് നമുക്ക് വരയ്ക്കാം? 2 എണ്ണം നമുക്ക് വരയ്ക്കാം. ദർ ആർ എക്സാക്ട്ലി 2 ടാൻജൻസ് ടു എ സർക്കിൾ ത്രൂ എ പോയിന്റ് ലൈങ് ഔട്ട്സൈഡ് ദി സർക്കിൾ. അപ്പോൾ സർക്കിളിലെ പോയിന്റുകളുമായിട്ടുള്ള നമ്പർ ഓഫ് ടാൻജൻസ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. സർക്കിളിനകത്താണെങ്കിൽ ടാൻജൻ്റ് ഇല്ല, സർക്കിളിലാണെങ്കിൽ ഒരു ടാൻജൻ്റ് ഉണ്ട്, സർക്കിളിന് വെളിയിലാണെങ്കിൽ 2 ടാൻജൻസ് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഈ തേർഡ് കേസിൽ PT1ഉം PT2ഉമാണ് എന്ത്? ടാൻജൻസ് എന്ന് നമ്മൾ
പറയുന്നത്. ദ ലെങ്ത് ഓഫ് ദി സെഗ്മെൻറ്റ് ഓഫ് ദി ടാൻജൻറ്റ് ഫ്രം ദി എക്സ്റ്റേണൽ പോയിൻറ്റ് പി ആൻഡ് ദ പോയിൻറ്റ് ഓഫ് കോണ്ടാക്റ്റ് വിത്ത് ദ സർക്കിൾ ഈസ് കോൾഡ് ദി ലെങ്ത് ഓഫ് ദി ടാൻജൻറ്റ്. അപ്പോൾ ലെങ്ത് ഓഫ് ഈ ടാൻജൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഈ പിയിൽ നിന്ന് ഇവിടെ വരെയുള്ളതാണ് ഈ ടാൻജൻറ്റിൻ്റെ ലെങ്ത്. അടുത്തത് പിയിൽ നിന്ന് ഇവിടെ വരെയുള്ളതാണ് ഈ ടാൻജൻറ്റിൻ്റെ ലെങ്ത്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കുമോ? നമുക്ക് ഒരു തിയറം വെച്ചിട്ടൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഇത് രണ്ടും ഈക്വൽ ആണോ എന്നുള്ളത് ഒരു തിയറത്തിലൂടെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അടുത്തത് നമ്മുടെ തിയറം 10.2 ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ടാൻജൻസ് ഈക്വൽ ആണ് എന്നുള്ളത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തിയറം 10.2 എന്താണ് പറയുന്നതെന്ന് നോക്കിയേ. ദ ലെങ്ത്സ് ഓഫ് ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിൻറ്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ. സർക്കിളിലെ എക്സ്റ്റേണൽ പോയിൻറ്റിൽ നിന്ന് സർക്കിളിലേക്ക് വരച്ചിട്ടുള്ള ടാൻജൻസ് ഈക്വൽ ആണ് എന്നാണ് നമ്മളോട് തിയറം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മൾ സർക്കിൾ വിത്ത് സെൻറ്റർ ഓ ഇവിടെ എക്സ്റ്റേണൽ പോയിൻറ്റ് പി എടുത്തിട്ടുണ്ട്. പിയിൽ നിന്ന് സർക്കിളിലേക്ക് നമ്മൾ ലൈൻ വരച്ചു, ആറിലേക്ക് നമ്മൾ ലൈൻ വരച്ചു. അപ്പോൾ രണ്ട് ടാൻജൻസ് നമുക്ക് കിട്ടി, പി ക്യൂവും പി ആറും. ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. ഓയിൽ നിന്ന് ക്യൂവിലേക്കും ഓയിൽ നിന്ന് ആറിലേക്കും ഓയിൽ നിന്ന് പിയിലേക്കും നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ കോൺഗ്രുവൻ്റ് റൂൾ വെച്ചിട്ടാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ജോയിൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാ ഈ സെൻറ്ററിൽ നിന്ന് ഒ ക്യൂവിലേക്ക് വരച്ചപ്പോൾ ഇതെന്തായി? റേഡിയസ് ആയി. ഓയിൽ നിന്ന് ആറിലേക്ക് വരച്ചപ്പോൾ ഇതെന്തായി? റേഡിയസ് ആയി. അപ്പോൾ ഈ റേഡിയസ് നമ്മുടെ ടാൻജൻറ്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ തിയറം 10.1 നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? The tangent at any point of a circle is perpendicular to the radius through the point of contact. അപ്പോൾ ഈ റേഡിയസ് ടാൻജൻറ്റിൻ്റെ ഈ ടാൻജൻറ്റുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് 90 ഡിഗ്രി ആണ് എന്ന് പറയാം. ആംഗിൾ ആറും 90 ഡിഗ്രി ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്കിവിടെ ഗിവൺ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? പി ക്യൂ and PR are the tangents on the circle from P. ഇനി എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പി ക്യു ഈസ് ഈക്വൽ ടു പി ആർ. രണ്ടും ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. പി ക്യു ഈസ് ഈക്വൽ ടു പി ആർ. ഇനി നമ്മൾ ഇതിൻ്റെ പ്രൂഫ് എഴുതുന്നു. ഇപ്പോൾ പ്രൂഫ് നമുക്ക് എന്തെഴുതാം? ആംഗിൾ ഒ ക്യു പി OQP and angle ORP are right angles. എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആംഗിൾ OQP ഇസ് ഈക്വൽ ടു ആംഗിൾ ORP. രണ്ടും റൈറ്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് എന്താണ്? രണ്ടും ഈക്വൽ ആണ്. 90 ഡിഗ്രി എന്ന് പറയാം. റീസൺ ഇവിടെ എഴുതണം. തിയറം 10.1 വെച്ചിട്ടാണ് നമ്മളിത് എഴുതിയത് അല്ലേ? സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ടാൻജൻറ്റിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് എന്തായിരിക്കും? ഈ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി നമ്മൾ ഇൻ റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ കോൺഗ്രുവൻ്റ് റൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇൻ റൈറ്റ് ട്രയാങ്കിൾ ഏതൊക്കെ ട്രയാങ്കിൾസ് എടുക്കാം? OQP ആൻഡ് റൈറ്റ് ട്രയാങ്കിൾ ORP. ഇതിൽ നമുക്ക് എന്ത് പറയാം? ഒ ക്യൂവും ഒ ആറും ഈക്വൽ ആണ്. രണ്ടും റേഡിയസ് ആണ്. രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ എടുത്തു. ഏതൊക്കെയാണ്? ഒ ക്യു പിയും ഒ ആർ പിയും. ഈ രണ്ട് ട്രയാങ്കിൾസിൽ ഒ ക്യൂവും ഒ പിയും ഈക്വൽ ആണ്. അപ്പോൾ ഒ ക്യു ഈസ് ഈക്വൽ ടു ഒ പി. റീസൺ എന്തെഴുതാം? റേഡിയൈ ഓഫ് ദി സെയിം സർക്കിൾ. റേഡിയൈ ഓഫ് ദി സെയിം സർക്കിൾ. ഇനി നമുക്ക് എന്തെഴുതാം? ഒ പി ഈസ് ഈക്വൽ ടു ഒ പി. രണ്ട് ട്രയാങ്കിളിൻ്റെയും സെയിം സൈഡാണ് ഒ പി. അപ്പോൾ എന്തെഴുതാം? ഒ പി ഈസ് ഈക്വൽ ടു ഒ പി കോമൺ. ഇനി അടുത്തത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ആംഗിൾ ഒ ക്യു പി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ആർ പി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. എന്താണ്? റൈറ്റ് ആംഗിൾസ്. റൈറ്റ് ആംഗിൾസ് രണ്ടും
ഈക്വലാണ്, റൈറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ കിട്ടി, ഹൈപ്പോട്ടിനസ് കിട്ടി, ഒരു സൈഡും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് കോൺഗ്രുവൻസ് റൂളാണ്? RHS കോൺഗ്രുവൻസ് റൂളാണ് അല്ലേ. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? ആംഗിൾ OQP കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ OQP കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ ORP ബൈ RHS കോൺഗ്രുവൻസ് റൂൾ. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ്, എന്തായിരിക്കും? അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസും സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് PQവും PRും CP CT വഴി ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. Therefore PQ ഈസ് ഈക്വൽ ടു PR ബൈ CP CT. മനസ്സിലായല്ലോ എങ്ങനെയാണ് പ്രൂവ് ചെയ്തതെന്ന്? അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ തിയറം 10.1 വെച്ച് ഈ രണ്ട് ആംഗിൾസ് റൈറ്റ് ആംഗിൾസ് ആണ്. എന്നിട്ട് നമ്മൾ ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ എടുത്ത് ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആയാൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ PQ ഈസ് ഈക്വൽ ടു PR. ഇങ്ങനെയാണ് ഈ തിയറം പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നന്നായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി നമുക്ക് എക്സസൈസും എക്സാമ്പിൾ ക്വസ്റ്റ്യൻസൊക്കെയായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.